എൻ്റെ 13ാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. ദ ടൈഗർ ഇൻ ദി ടണൽ എന്നാണ് പാഠത്തിൻ്റെ പേര്. ദ ടൈഗർ ഇൻ ദി ടണൽ എന്നാണ് പാഠത്തിൻ്റെ പേര്. സെക്ഷൻ 1 ശ്രദ്ധിക്കുക. തെമ്പു ദ ബോയ് ഓപ്പൺഡ് ഹിസ് ഐസ് ഇൻ ദി ഡാർക്ക് ആൻഡ് വണ്ടേഡ് ഇഫ് ഹിസ് ഫാദർ വാസ് റെഡി ടു ലീവ് ദി ഹട്ട് ഓൺ ഹിസ് നൈറ്റ്ലി എറാൻഡ്. എന്താണ് പറഞ്ഞത്? തെമ്പു എന്ന് പറയുന്ന കുട്ടിയാണ്. തെമ്പു എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്, 12 വയസ്സുള്ള കുട്ടിയാണ്. അവൻ കണ്ണുകൾ തുറന്നു, ഉറങ്ങുകയായിരുന്നു. കണ്ണുകൾ തുറന്നു. ആൻഡ് വണ്ടേഡ്, അത്ഭുതപ്പെട്ടു. എന്താണ്? ഹിസ് ഫാദർ വാസ് റെഡി ടു ലീവ് ദ ഹട്ട് ഓൺ ഹിസ് നൈറ്റ് എറാൻഡ്. എറാൻഡ് മീൻ ദൗത്യയാത്ര. അപ്പോൾ അച്ഛൻ സാധാരണ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അവൻ കണ്ണുകൾ തുറന്നു, അത്ഭുതപ്പെട്ടു. അച്ഛൻ പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു. ദർ വാസ് നോ മൂൺ ദാറ്റ് നൈറ്റ്. ഒരു നിലാവെളിച്ചം ഒന്നും ഉണ്ടായിരുന്നില്ല ആ രാത്രിയിൽ. ആൻഡ് ദ ഡെത്ത്ലി സ്റ്റിൽനെസ് ഓഫ് ദി സറൗണ്ടിങ് ജംഗിൾ വാസ് ബ്രോക്കൺ only occasionally by the shrill cry of the cicads. എന്താ പറയുന്നത്? നിലാവില്ലാത്ത രാത്രിയാണ്. അതോടൊപ്പം തന്നെ വളരെ മാരകമായ നിശബ്ദത, വളരെ കടുത്ത നിശബ്ദത ആയിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റും എവിടെയാണ്? ഇതൊരു കാടാണ്, കാടിൻ്റെ പശ്ചാത്തലത്തിലാണ്. സറൗണ്ടിങ് ജംഗിൾ വാസ് ബ്രോക്കൺ. അപ്പോൾ ഈ നിശബ്ദതയെ, ഈ കാടിൻ്റെ തീവ്രമായ നിശബ്ദതയെ വല്ലപ്പോഴും കീറിമുറിക്കുന്നത്, മാറ്റുന്നത് എന്തുമാത്രമാണ്? ഒക്കേഷണലി ബൈ ദ ഷിൽ ക്രൈ ഓഫ് എ സിക്കാഡ. സിക്കാഡ മീൻസ് ചീവീട്. അപ്പോൾ ചീവീടിൻ്റെ കാത് തുളയ്ക്കുന്ന ഷിൽ ക്രൈ, കാത് തുളയ്ക്കുന്ന ശബ്ദം മാത്രമാണ് ഈ നിശബ്ദതയെ, കഠിനമായ നിശബ്ദതയെ കീറിമുറിക്കുന്നത്. Sometimes from far off came the hollow humming of a woodpecker. ചിലപ്പോഴൊക്കെ അങ്ങ് ദൂരെ നിന്ന്, വളരെ ദൂരെ നിന്ന് എന്ത് കേൾക്കാം? മുഴങ്ങുന്ന, ഹോളോ ഹമ്മറിങ്, മുഴങ്ങുന്ന ശബ്ദം കേൾക്കാം. എന്തിൻ്റെ? വുഡ്പെക്കർ. വുഡ്പെക്കർ എന്താണ്? മരംകൊത്തിയുടെ, വുഡ്പെക്കറുടെ ശബ്ദം കേൾക്കാം. ക്യാരിഡ് അലോങ് ദി ഫൈൻഡ് ബ്രീസ്. അങ്ങനെയാണ് ഫെയിൻ ബ്രീസ്, ദുർബലമായ ഇളംകാറ്റിലാണ് ആ ശബ്ദം ഒഴുകി വരുന്നത്. അപ്പോൾ ഈ ദൂരെ നിന്നും ഇളംകാറ്റിൽ എന്തിൻ്റെ? വുഡ്പെക്കറുടെ ശബ്ദം ഒഴുകി വരാറുണ്ട് വല്ലപ്പോഴുമൊക്കെ. ഓർ ദി ഗ്രൗണ്ട്, പിന്നെന്താണ്? ഓർ ദി ഗ്രൗണ്ട് ഓഫ് എ വൈൽഡ് ബോർ. ഗ്രൗണ്ട് മീൻസ് മുരൾച്ച. വൈൽഡ് ബോർ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി. അപ്പോൾ കാട്ടുപന്നിയുടെ മുരൾച്ചയുടെ ശബ്ദം കുഡ് ബി ഹിയർഡ് ആസ് ഹി ഡക്ക് അപ്പ് എ ഫേവറേറ്റ് റൂട്ട്. കാട്ടുപന്നിക്ക് ഇഷ്ടമുള്ള ഏതോ കിഴങ്ങുകൾ കുഴിച്ചു മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനുണ്ടാക്കുന്ന മുരൾച്ച ശബ്ദവും ഇടയ്ക്കിടെ കേൾക്കാൻ കഴിയും. ബട്ട് ദീസ് സൗണ്ട്സ് വർ റയർ. എന്നാൽ ഈ ശബ്ദങ്ങളൊക്കെ വളരെ വിരളമായിട്ടേ കേൾക്കുന്നുള്ളൂ. ആൻഡ് ദ സൈലൻസ് ഓഫ് ദി ഫോറസ്റ്റ് ഓൾവേസ് റിട്ടേൺ ടു ദി സോളോ ദം അപ്പ്. എപ്പോഴൊക്കെ ഈ ശബ്ദം കേട്ടാലും അത് നിശബ്ദമാവുകയും കാടിൻ്റെ നിശബ്ദത തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ കാടാണ്, ഭയങ്കരമായ, വളരെ പേടിപ്പെടുത്തുന്ന നിശബ്ദതയാണ്. ഈ നിശബ്ദതയെ ഖണ്ഡിച്ചുകൊണ്ട് വല്ലപ്പോഴും വുഡ്പെക്കറിൻ്റെ കരച്ചിലും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ മുരളലും മാത്രമാണ് കേൾക്കുന്നത്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ബാൽഡിയോ. ബാൽഡിയോ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ബാൽഡിയോ ദ വാച്ച്മാൻ. അദ്ദേഹം വാച്ച്മാൻ ആണ്. ഹി അവേക്ക്, അവൻ ഉണർന്നു. ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് സ്ലോവലി അൺവിൻഡിങ് ദ ഹെവി ഷോൾ ദാറ്റ് കവേർഡ് ഹിം. എന്താ സംഭവിച്ചത്? അവൻ ഉണർന്നു. ഉണർന്നതിന് ശേഷം ആരാണ് ഉണർന്നത്? ബാൽഡിയോ എന്ന് പറയുന്ന വാച്ച്മാനാണ്. അവൻ ഹി വാസ് അവേക്ക്, ഹി സ്ട്രെച്ചഡ് ഹിംസെൽഫ്, അവൻ്റെ കൈയും കാലും എഴുന്നേറ്റ് നീട്ടി വലിച്ചു. ആൻഡ്
ഹെവി ഷാൾ ദാറ്റ് കവേർഡ് ഹിം. അപ്പോൾ അവൻ്റെ കട്ടിയുള്ള വലിയ ഷാൾ എടുത്ത് അവൻ പുതച്ചു. ഇറ്റ് വാസ് ക്ലോസ് ഓൺ മിഡ് നൈറ്റ്. ഏകദേശം പാതിരാത്രിക്ക് അടുത്തായിരുന്നു. ആൻഡ് ദ ചിൽ എയർ മേഡ് ഹിം ഷിവർ. തണുത്ത കാറ്റ് അവനെ വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അത്രമാത്രം തണുത്ത കാറ്റായിരുന്നു. ദ സ്റ്റേഷൻ സ്മോൾ ഷാക്ക് ബാക്ക്ഡ് ബൈ ദ ഹെവി ജംഗിൾ. ഇനി സ്റ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനാണ്. എവിടെയാണ്? എ സ്മോൾ ഷാക്ക്. ഷാക്ക് മീൻസ് കുടിൽ അല്ലെങ്കിൽ ഷെഡ്. അപ്പോൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഷെഡാണ്. ബാക്ക്ഡ് ബൈ ദി ഹെവി ജംഗിൾ. ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. വാസ് എ സ്റ്റേഷൻ ഇൻ നെയിം ഓൺലി ഫോർ ട്രെയിൻസ് ഓൺലി സ്റ്റോപ്പ്ഡ് ദെയർ. പേരിന് മാത്രമേ അവിടെ ട്രെയിൻ നിർത്താറുള്ളൂ. അതിലൂടെ ട്രെയിൻ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് സ്റ്റേഷനാണെങ്കിലും പേരിന് മാത്രമാണ് അവിടെ ട്രെയിൻ നിർത്താറുള്ളത്. ഇഫ് അറ്റ് ഓൾ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ എൻ്ററിങ് ദി ഡീപ്പ് കട്ടിങ് ദാറ്റ് ലെഡ് ടു ടണൽ. ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? അവിടെ ഒരു ടണലുണ്ട്. ടണൽ എന്ന് പറഞ്ഞാൽ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിനകത്തൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഇഫ് അറ്റ് ഓൾ ഫോർ എ ഫ്യൂ സെക്കൻഡ് ബിഫോർ എൻ്ററിങ് ദ ഡീപ്പ് കട്ടിങ് ടണൽ ലെഡ് ടു ടണൽ. എന്താണ്? ഒരു ഡീപ്പ് കട്ടിങ് ഉണ്ട്. ഒരു വളരെ ആഴത്തിലുള്ള ഒരു കട്ടിങ് ഉണ്ട്. ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കയറി വന്നിട്ട് ആണ് ട്രെയിൻ ടണലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ടണലിന് മുമ്പ് എന്തുണ്ട്? കട്ടിങ് ഉണ്ട്. മോസ്റ്റ് ട്രെയിൻസ് മിയർലി സ്ലോവ്ഡ് ഡൗൺ ബിഫോർ ടേക്കിംഗ് ദ ഷാർപ്പ് കർവ് ബിഫോർ കട്ടിങ്. ഇനി ബിഫോർ കട്ടിങ്ങിന് മുമ്പ് എന്തുണ്ട്? ഒരു ഷാർപ്പ് കർവുണ്ട്, വളവുണ്ട്. അപ്പോൾ വളവ് തിരിഞ്ഞ് കട്ടിങ്ങിലേക്ക് ഇറങ്ങിയിട്ടാണ് ട്രെയിൻ എങ്ങോട്ട് പോകുന്നത്? ടണലിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഏകദേശം ആ ടണലിൻ്റെ മുൻഭാഗത്തുള്ള സ്ഥിതിയും ടണലും ഏകദേശം നമുക്ക് മനസ്സിലായി. ഓക്കെ. ബാൽഡിയോ വാസ് റെസ്പോൺസിബിൾ ഫോർ എ സിഗ്നലിംഗ് വെദർ ഓർ നോട്ട് ദ ടണൽ വാസ് ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ബാൽഡിയോയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടണലിനുള്ളിൽ കൂടി ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പ് അത് ക്ലിയർ ആണോ, ടണലിനുള്ളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഹീസ് ദ മാനുവൽ സിഗ്നൽ സ്റ്റുഡ് ബിഫോർ ദ എൻട്രൻസ്. അദ്ദേഹം കാണിക്കേണ്ട ഒരു സിഗ്നലുണ്ട്. ടണലിന് മുമ്പിൽ നിന്ന് കാണിക്കേണ്ട സിഗ്നലുണ്ട്. ആ സിഗ്നൽ ആണ് അദ്ദേഹം കാണിക്കേണ്ടത്. ആ സിഗ്നൽ കാണിക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അറ്റ് റൈറ്റ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു സീ ദാറ്റ് ദ ലാമ്പ് വാസ് ബേണിംഗ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ ടണലിന് മുൻപിലുള്ള ടവറുണ്ട്. ആ ടവറിൽ ഒരു വിളക്കുണ്ട്, ലാമ്പുണ്ട്. ആ ലാമ്പ് കത്തിച്ചു വെക്കുകയാണ് ട്രെയിൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ദി ഓവർലാൻഡ് മെയിൽ പാസ്ഡ് ത്രൂ സേഫ്റ്റ്ലി. എന്തിനു വേണ്ടിയിട്ടാണ് കത്തിക്കേണ്ടത്? ട്രെയിനിന് തടസ്സങ്ങളില്ല, കടന്നു പോകാമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഇത് ഒരു മെയിൽ ട്രെയിനാണ്, ഓവർലാൻഡ് മെയിൽ ട്രെയിൻ. നിരവധി പ്രദേശങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു മെയിൽ ട്രെയിനാണ്. ഷാൽ ഐ കം ടു ഫാദർ? ഞാനും കൂടി വരട്ടെ എന്ന് ആര് ചോദിച്ചു? ആസ്ക്ഡ് തെമ്പു സ്ലീപ്പിലി. അവൻ പകുതി ഉറക്കത്തിൽ അവൻ അച്ഛൻ പോകുന്നത് അറിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, അവൻ ചോദിച്ചു ഞാനും കൂടി വരട്ടെ എന്ന്. സ്റ്റിൽ ലൈങ് ഇൻ ദി ഹഡിൽ ഇൻ കോർണർ ഓഫ് ദി ഹട്ട്. അപ്പോൾ അവരുടെ വീട് എന്ന് പറയുന്നൊരു ഹട്ടാണ്, കുടിലാണ്. ആ കുടിലിൻ്റെ മൂലയിൽ കുഴഞ്ഞ കൂമ്പാരം. ഹഡിൽ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞ കൂമ്പാരം. എന്തൊക്കെയോ തുണിക്കയുടെയും പായയുടെയും ഒക്കെ കൂമ്പാരത്തിന് ഇടയ്ക്ക് കിടക്കുന്ന മകൻ ചോദിച്ചു, തെമ്പു ചോദിച്ചു. എന്തെന്നാണ് മകൻ്റെ പേര്? തെമ്പു ഉറക്കത്തിൽ ചോദിച്ചു ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവർ ഈ ഹട്ട് എന്ന് പറയുന്നത് ഇവരുടെ വീടല്ല. ഇവർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വന്ന് താമസിക്കുന്ന സ്ഥലമാണ്.
അപ്പോൾ ഇവരുടെ വീട് എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്, പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഹട്ടിൽ കിടന്നുകൊണ്ടാണ് ട്രെയിൻ വരുന്ന സമയത്ത് എന്തിലേക്ക് പോകുന്നത്, ട്രെയിന് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ആ സമയമാകുമ്പോൾ ഈ അച്ഛൻ ബാൽഡിയോ എഴുന്നേറ്റ് പോകുന്നത്. നോ ഇറ്റ് ഈസ് കോൾഡ് നൈറ്റ്, ഡോണ്ട് ഗെറ്റ് അപ്പ്. എന്താ അച്ഛൻ പറഞ്ഞത്? അവൻ ചോദിച്ചപ്പോൾ, ഇത് ഭയങ്കര തണുപ്പുള്ള രാത്രിയാണ്, ഭയങ്കര തണുപ്പാണ്, നീ എഴുന്നേക്കണ്ട എന്ന് മകനോട് പറഞ്ഞു. തെമ്പു ഹു വാസ് 12 വയസ്സുള്ള കുട്ടിയാണ്, ഡിഡ് നോട്ട് ഓൾവേസ് സ്ലീപ്പ് വിത്ത് ഹിസ് ഫാദർ അറ്റ് ദി സ്റ്റേഷൻ. എല്ലായ്പ്പോഴും സ്റ്റേഷനിൽ അച്ഛൻ്റെ ഒപ്പം അല്ല അവൻ ഉറങ്ങാറുള്ളത്. ഫോർ ഹിസ് ഹാഡ് ഓൾസോ ടു ഹെൽപ്പ് ഇൻ ദി ഹോം. അവന് വീട്ടിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട്. വേർ ഹിസ് മദർ ആൻഡ് സ്മോൾ സിസ്റ്റർ വേറെ യൂഷ്വലി എലോൺ. അപ്പോഴും സംഭവിക്കും, ഇവൻ സാധാരണയായി അച്ഛൻ്റെ കൂടെ സ്റ്റേഷനിൽ വന്ന് കിടക്കാറില്ല. കാരണം എന്താണ്? അവൻ്റെ വീട്ടിൽ അവൻ്റെ സഹോദരിയും അമ്മയും ഒറ്റയ്ക്കാണ് ഉള്ളത്. ദേ ലീവ്ഡ് ഇൻ എ സ്മോൾ ട്രൈബൽ വില്ലേജ് ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ദി ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ, ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ അതിർത്തി എന്നാണ്, അതിർത്തിയിൽ ആണ് ഇവരുടെ വില്ലേജ്. ഒരു ട്രൈബൽ വില്ലേജാണ്, ഒരു ഗോത്ര ഗ്രാമമാണ്. അപ്പോൾ അവിടെ 3 miles ഫ്രം ദി സ്റ്റേഷൻ. അപ്പോൾ ഇവർ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യുന്ന ബാൽഡിയോ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ വീട് ഉള്ളത്. Their small rice field did not provide them with a more than a bare living, and Baldio considered himself lucky to have got the job of classy at this small wayside signal stop. അപ്പോൾ അവരുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, അവർക്ക് ആകെയുള്ളത് ഒരു സ്മോൾ റൈസ് ഫീൽഡാണ്, ഒരു ചെറിയ വയലാണുള്ളത്. ആ വയലിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള നെല്ല് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊവൈഡ് ദം വിത്ത് എ മോർ ദാൻ എ ബെയർ ലിവിങ്. അവരുടെ ലളിതമായ ജീവിതത്തിന് പോലും ആവശ്യമായ സാധനങ്ങൾ ആ വയലിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ബാൽഡിയോ എന്ത് ചെയ്തു? ഈ ജോലി, ഈ കലാസിയുടെ ജോലി വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയായിരുന്നു. എന്താണ് കലാസി എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഈ കലാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിച്ചു കയറ്റുന്നവരാണ്. അപ്പോൾ ഈ വിളക്കുമരത്തിൻ്റെ, ഞാൻ പറഞ്ഞു ടണലിന് മുൻപിലായിട്ട് ഒരു വിളക്കുമരമുണ്ട്. ആ വിളക്ക് കാലിലേക്ക്, അത് ചിലപ്പോൾ ഒരു ഗോപുരം പോലെ ആയിരിക്കാം. അപ്പോൾ അതിലേക്ക് ഈ റാന്തൽ വിളക്ക് വലിച്ചു കയറ്റണം. ഈ സിഗ്നൽ വിളക്ക് താഴേക്ക് ഇറക്കി തീ കൊളുത്തിയതിന് ശേഷം മുകളിലേക്ക് വലിച്ചു കയറ്റി വെക്കണം. ഇതാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ട്രെയിന് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉയരത്തിൽ ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കി ആ ടവറിൻ്റെ മുകളിൽ വിളക്ക് വെച്ചിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. സ്റ്റിൽ ഡ്രോസി, നിദ്രാലുവാണ് എന്ന് വെച്ചാൽ ഉറക്കം വിട്ടുപോയിട്ടില്ല. ബാൽഡിയോ ഗ്രോപ്പഡ് ഫോർ ഹിസ് ലാമ്പ് ഇൻ ഡാർക്ക്നെസ്, ദെൻ ഫംബിൾഡ് അബൌട്ട് ഇൻ ദി സെർച്ച് ഓഫ് മാച്ചസ്. അപ്പോൾ എന്താണ്? പകുതി ഉറക്കത്തിൽ ബാൽഡിയോ എന്ത് ചെയ്തു? ഗ്രോപ്പ്ഡ് മീൻസ് തപ്പിത്തടയുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലാമ്പ്, ഡാർക്ക്നെസ്, ഈസ് ലാമ്പ് ഇൻ ഡാർക്ക്നെസ്. ദെൻ ഫംബിൾഡ് മീൻസ് തപ്പുക. അബൌട്ട് ദി സെർച്ച് ഓഫ് മാച്ചസ്, തീപ്പെട്ടിക്കും ലാമ്പിനും വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് പകുതി ഉറക്കത്തിൽ തപ്പി. വെൻ ഹി ഹാഡ് പ്രൊഡ്യൂസ്ഡ് എ ലൈറ്റ് ഹി ലെഫ്റ്റ് ദി ഹട്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ലൈറ്റ് തെളിച്ച് വിളക്കുമായിട്ട് എങ്ങോട്ട് പോയി? ഹട്ട് വിട്ടുപോയി, കുടിൽ വിട്ടുപോയി. ക്ലോസ്ഡ് ദ ഡോർ ബിഹൈൻഡ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഡോറടച്ചു. ഹിം ആൻഡ് സെറ്റ് ഓഫ് എ ലോങ് എ പെർമനൻറ്റ് വേ. സാധാരണ പോകുന്ന വഴിയിലൂടെ പോയി.
ചെമ്പു ഹാഡ് ഫാളൻ അസ്ലീപ് അഗെയിൻ. ചെമ്പു എന്ത് ചെയ്തു? അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 13.1. ശ്രദ്ധിക്കുക, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 13.1. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഫാദേഴ്സ് നെയിം? എന്താണ് ഈ അച്ഛൻ്റെ പേര്? എന്താണ് ഈ അച്ഛൻ്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസറിൻ്റെ ഭാഗം എടുക്കാം. ആൻസറിൻ്റെ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ടാകും കറക്റ്റായിട്ട്. ശ്രദ്ധിക്കുക, ചിലത് തെറ്റായിരിക്കും, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ബാൽഡിയോ എന്നാണ് അച്ഛൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഹിസ് സൺസ് നെയിം? അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരെന്താണ്? തെംഫു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. ഇനി ഹൗ ഓൾഡ് ഈസ് ദ സൺ? മകന് എത്ര പ്രായമുണ്ട്? 12 എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബാൽഡിയോ സ്പെൻഡ് ദി നൈറ്റ്? എവിടെയാണ് ബാൽഡിയോ രാത്രി ചെലവഴിക്കുന്നത്? ഇൻ റെയിൽവേ സ്റ്റേഷൻ, സ്മോൾ സ്റ്റേഷൻ, സിഗ്നൽ സ്റ്റോപ്പ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് സിഗ്നൽ സ്റ്റോപ്പിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ എ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, സ്മോൾ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് അദ്ദേഹം രാത്രികാലം ചിലവഴിക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിലാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ബാൽഡിയോ റെസ്പോൺസിബിൾ ഫോർ? എന്ത് ഉത്തരവാദിത്തമാണ് ബാൽഡിയോയ്ക്ക് ഉള്ളത്? സിഗ്നലിംഗ് വെദർ ഓർ നോട്ട് ദി ടണൽ വാസ് ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ. ഒബ്സ്ട്രക്ഷൻ മീൻസ് തടസ്സം. അപ്പോൾ ടണൽ തടസ്സമുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ടു സീ ദ സിഗ്നൽ ലാമ്പ് വാസ് ബേണിംഗ്. അപ്പോൾ എന്താണ്? സിഗ്നൽ ലാമ്പ് കത്തിച്ചു വെക്കുകയും ടണൽ പരിശോധിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, അതിലെ ചോദ്യം, വേർ ഡിഡ് ബാൽഡിയോസ് ഫാമിലി ലീവ്? എവിടെയാണ് ബാൽഡിയോയുടെ ഫാമിലി താമസിക്കുന്നത്? ഇൻ എ സ്മോൾ വില്ലേജ് 3 മൈൽസ് ഫ്രം ദി സ്റ്റേഷൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് അവർ താമസിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബാൽഡിയോ ഹാവ് ടു ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് കലാസി? ഈ കലാസിയുടെ ജോലി ബാൽഡിയോ ഏറ്റെടുക്കാൻ കാരണം എന്താണ്? ദ റൈസ് ഫീൽഡ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ദ ഫാമിലി വിത്ത് എ ലിവിങ്. അവരുടെ ചെറിയ വയൽ അവർക്ക് ആവശ്യത്തിനുള്ള വക നൽകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജോലി കൂടി ഏറ്റെടുക്കാൻ കാരണമായത്. അടുത്ത നാലാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 3 പ്ലേസസ് വിച്ച് ഡിസ്ക്രൈബ് ദി സ്റ്റേഷൻ ഫ്രം ദി ലിസ്റ്റ്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേഷനെ വിവരിക്കാൻ വേണ്ടി താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ 3 വാക്കുകൾ എടുത്ത് ഈ സ്റ്റേഷനെ വിവരിക്കാനാണ് പറഞ്ഞത്. 3 ഫ്രേസസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിൽ ഇങ്ങനെയാണ്: എ സ്മോൾ ഷാക്ക്, ഒരു ചെറിയ കുടിൽ. എവിടെ? ഇൻ ദി മിഡിൽ ഓഫ് ദി തിക്ക് ഫോറസ്റ്റ്, വളരെ ഇടുങ്ങിയ കാടിൻ്റെ നടുക്ക്. നിയർ എ ടണൽ, ആ ഷാക്ക് എവിടെയാണുള്ളത്? ആ കുടിൽ ഒരു ടണലിൻ്റെ അടുത്താണ്, തുരങ്കത്തിൻ്റെ അടുത്താണ്. ഓക്കെ, അത്രയുമാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾ സെക്ഷൻ 2 ശ്രദ്ധിക്കുക. സെക്ഷൻ 2, ബാൽഡിയോ വണ്ടേർഡ് വെദർ ദ ലാമ്പ് ഓൺ ദി സിഗ്നൽ പോസ്റ്റ് വാസ് സ്റ്റിൽ എലൈറ്റ്. എന്താണ്? അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാരണം എന്താണ്? സിഗ്നൽ പോസ്റ്റിലുള്ള ലൈറ്റ് ഇപ്പോഴും കത്തി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? മണ്ണെണ്ണയൊന്നും തീർന്നിട്ടില്ല, അതിൻ്റെ ഇന്ധനമൊന്നും തീർന്നിട്ടില്ല, അത് കത്തി നിൽക്കുന്നുണ്ട്. ഗാദറിങ് ഹിസ് ഷോൾ ക്ലോസർ അബൌട്ട് ഹിം, അദ്ദേഹത്തിൻ്റെ പുതപ്പ് ഒന്നുകൂടി പുതച്ചു. ഹി
സ്റ്റംബിൾഡ് ഓൺ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇടറി. സ്റ്റംബിൾഡ് ഓൺ സംടൈംസ് അലോങ് ദ റെയിൽസ്. അപ്പോൾ റെയിൽപാളത്തിലൂടെ അദ്ദേഹം നടന്നു വരികയാണ്. അപ്പോൾ റെയിലിൽ തട്ടിയും, സംടൈംസ് അലോങ് ദി ബലാസ്റ്റ് മീൻസ് റെയിൽപാളത്തിൻ്റെ അടിഭാഗം. അപ്പോൾ റെയിൽപാളത്തിൻ്റെ അടിഭാഗത്ത് തട്ടിയും റെയിൽപാളത്തിൽ തട്ടിയും അദ്ദേഹത്തിൻ്റെ കാലിടറി. ഹി ലോങ്ഡ് ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് വാം കോർണർ ഇൻ ദി ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ കുടിലിലെ ചൂടുള്ള സ്ഥലത്ത് പോയി ചുരുണ്ട് കൂടി കിടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആൻഡ് എറീനസ് മീൻസ് രൗദ്രത, ഭീകരത. The eeriness of the place was increased by the neighboring hills, which overhung the main line threateningly. വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഉള്ള ഒരു സാഹചര്യം, ഒരു കാഴ്ചയാണ് അവിടെയുള്ളത്. തൊട്ടടുത്തുള്ള മലകളെല്ലാം എന്ത് ചെയ്യുന്നു? മൂടുകയാണ്. എന്തിനെ മൂടുകയാണ്? വീൽസ് വിച്ച് ഓവർകം ദ മെയിൻ ലൈൻ ത്രട്ടൻലി മീൻസ് ഭീഷണി ഉണർത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു? ചുറ്റുമുള്ള മലകളെല്ലാം എന്തിൻ്റെ? റെയിൽവേയുടെ സുഗമമായ വരവിനെ മൂടി നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ആ ചുറ്റുവട്ടം മുഴുവൻ മൂടി നിൽക്കുകയാണ്, മലകൾ മറച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓൺ എൻ്ററിങ് ദ കട്ടിംഗ് വിത്ത് ഇറ്റ്സ് ഷീർ റോക്ക് വാൾസ് ടവറിങ് ഹൈ അബോവ് ദ റെയിൽസ്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടണലിലേക്ക് കടക്കുന്ന ഭാഗത്ത് എൻ്ററിങ് ദ കട്ടിംഗ് വിത്ത് ഇറ്റ്സ് ഷീർ റോക്ക്. അപ്പോൾ ഈ തുരങ്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള, കട്ടിങ് കഴിഞ്ഞ് തുരങ്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഭാഗത്ത് വലിയ വ്യക്തതയുള്ള റോക്ക് വാൾസ് ടവറിങ് ഉയർന്നു നിൽക്കുകയാണ്. വലിയ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുകയാണ്. ഹൈ അബവ് ദ റെയിൽസ്. റെയിൽവേ പാളത്തിന് മുകളിലായി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് പാറക്കഷ്ണങ്ങൾ. ബാൽഡിയോ കുഡ് നോട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ദ വൈൽഡ് ആനിമൽസ് ഹി മൈറ്റ് എൻകൗണ്ടർ. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും കാട്ടുമൃഗങ്ങളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. ഹി ഹാഡ് ഹിയർഡ് മെനി ടെയിൽസ് ഓഫ് ദി ഫേമസ് ടണൽ ടൈഗർ, എ മാൻ ഈറ്റർ വിച്ച് വാസ് സപ്പോസ്ഡ് ടു ഫ്രീക്വൻറ്റ് ദിസ് സ്പോട്ട്സ്. അദ്ദേഹം കേട്ടിട്ടുണ്ട് ഈ ടണലിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് പലപ്പോഴും മനുഷ്യനെ തിന്നുന്ന ഒരു എന്തുണ്ട്? ടണൽ ടൈഗർ ഉണ്ട്, ഒരു കടുവയുണ്ട്. അത് മനുഷ്യനെ തിന്നുന്നതാണ്. അത് ഈ ടണലിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. He hardly believed these stories, for since his arrival at this place a month ago, he had not seen or even heard a tiger. അപ്പോൾ ഒരു മാസം മുമ്പ് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുൻപ് ഇങ്ങനെയുള്ളൊരു ടൈഗറിനെ കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടൊരു കടുവയെ കാണുകയോ കടുവകളെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. There had of course been panthers. തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ട്? പുള്ളിപ്പുലികളുണ്ട്. പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ പുലികളാണ്. ആൻഡ് only a few days ago the villagers had killed one with their spears and axes. കാരണം ഗ്രാമവാസികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുള്ളിപ്പുലിയെ അവരുടെ കുന്തങ്ങളും അതുപോലെ തന്നെ കോടാലിയും ഉപയോഗിച്ച് കൊല്ലുകയുണ്ടായി. Baldio had occasionally heard the swooning of a panther calling to its mate. ബാല്യോ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? ഈ പുള്ളിപ്പുലിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. സ്വീവിങ് മീൻസ്
മേറ്റിനെ വിളിക്കുന്ന ശബ്ദമാണ്, അല്ലെങ്കിൽ തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് പാന്തേഴ്സിൻ്റെ, പുള്ളിപ്പുലിയുടെ. അത് അദ്ദേഹം കേട്ടിട്ടുണ്ട്. ബട്ട് ദേ ഹാഡ് നോട്ട് കം നിയർ ദി ടണൽ ഓർ ഷെഡ്. എന്നാൽ ഇതുവരെ ഈ പുള്ളിപ്പുലിയൊന്നും അദ്ദേഹം കിടക്കുന്ന ഷെഡിൻ്റെയോ അല്ലെങ്കിൽ ടണലിൻ്റെയോ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ബാൽഡിയോ വാക്ക്ഡ് കോൺഫിഡൻ്റ്ലി ഫോർ ബീങ് എ ട്രൈബൽ ഹിംസെൽഫ്. ഹി വാസ് യൂസ്ഡ് ടു ദി ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേ. എന്താണ്, അദ്ദേഹം ഒരു ഗോത്രവിഭാഗക്കാരനാണ് അല്ലേ. അപ്പോൾ ആ ഗോത്രവിഭാഗം കാട്ടുജാതിക്കാരൻ അല്ലെങ്കിൽ ഗോത്രവിഭാഗക്കാരനാണ്. അപ്പോൾ കാടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ ആ പരിചയത്തോടെ അദ്ദേഹം മുന്നോട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ ഹി വാസ് യൂസ്ഡ് ടു ദി ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേ. എപ്പോഴും അദ്ദേഹം കാട്ടുവഴികളാണ് ഉപയോഗിച്ചിരുന്നത്. സ്ഥലത്തേക്ക് എത്തുവാൻ, ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഷെഡിലേക്ക് എത്തുവാനൊക്കെ അദ്ദേഹം കാട്ടുവഴികളാണ് ഉപയോഗിച്ചിരുന്നത്. ലൈക്ക് ഹീസ് ഫാദേഴ്സ് ഹി ക്യാരിഡ് എ സ്മോൾ ആക്സ്. അദ്ദേഹത്തിൻ്റെ പൂർവികർ, അച്ഛൻ മുതലായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്ന ഒരു കൊടാലി എപ്പോഴും കയ്യിൽ കൊണ്ടു നടന്നിരുന്നു. സ്മോൾ ആക്സ് ആണ്, ചെറിയ കൊടാലിയാണ്. ഫ്രാജിൽ ടു ലുക്ക്, കണ്ടാൽ അത് വളരെ ചെറുതാണ്, ദുർബലമായി തോന്നുമെങ്കിലും ബട്ട് ഡെഡ്ലി വെൻ ഇറ്റ് യൂസ്, അത് ഉപയോഗിച്ചാൽ വളരെ മാരകമാണ്. അത്രമാത്രം മൂർച്ചയുള്ള, അത്രമാത്രം ഉറപ്പുള്ള നല്ലൊരു ചെറിയ മഴു അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് കൊണ്ടു നടന്നിരുന്നു. ഹി പ്രൈഡഡ് ഹിംസെൽഫ് ഇൻ ഹിസ് സ്കിൽ ഇൻ വൈൽഡിങ്. വൈൽഡിങ് മീൻസ് ചുഴറ്റി എറിയുക. അപ്പോൾ ഈ മഴു ചുഴറ്റി എറിയുന്നില്ല, കോടാലി ചുഴറ്റി എറിയുന്നില്ല വൈദഗ്ധ്യത്തിൽ അദ്ദേഹം വളരെ അഭിമാനിച്ചിരുന്നു. അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു ബാൽഡിയോ. ഇറ്റ് എഗനസ്റ്റ് വൈൽഡ് ആനിമൽസ്, ആരുടെ നേരെയാണ് എറിയുന്നത്? വന്യമൃഗങ്ങൾക്ക് നേരെ എറിയുന്നതിൽ അദ്ദേഹം വളരെ കഴിവുള്ളവൻ ആയിരുന്നു. ഹി ഹാഡ് കിൽഡ് എ യങ് ബോർ. അദ്ദേഹം ഒരു എന്താണ്, യങ് ബോറിനെ, കാട്ടുപന്നിയെ കൊന്നിട്ടുണ്ട്. വിത്ത് ഇറ്റ്സ് വൺ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മഴു ഉപയോഗിച്ച്. ആൻഡ് ദ ഫാമിലി ഹാഡ് ഫീസ്റ്റഡ് ഓൺ ദി ഫ്ലഷ് ഫോർ 3 days. അതിൻ്റെ മാംസം അവരുടെ വീട്ടിലുള്ളവരൊക്കെ 3 ദിവസം തിന്ന് തീർത്തു. ദീസ് ആക്സ് ഹെഡ്സ് ഓഫ് പ്യുവർ സ്റ്റീൽ. ഈ കൊടാലിയുടെ പ്രത്യേകത, അതിൻ്റെ ആക്സ് ഹെഡ് പ്യുവർ സ്റ്റീൽ കൊണ്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിൻ ബട്ട് റിങ്ങിങ് ടു ലൈക്ക് എ ബെൽ. എന്താണ്, അതൊരു ചെറിയ മണിശബ്ദമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അത് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ മണികിലുക്കവും ഉണ്ടായിരുന്നു. ഹാഡ് ബീൻ മെയ്ഡ് ബൈ ഹിസ് ഫാദർ ഓവർ എ ചാർക്കോൾ ഫയർ. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഉലയിൽ ഉരുക്കി അല്ലെങ്കിൽ ഉലയിൽ വെച്ച് സ്വന്തം അടിച്ച് പരത്തി ഉണ്ടാക്കിയെടുത്ത ഒരു കോടാലിയാണിത്. ചാർക്കോൾ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ചാരം, കരി. അപ്പോൾ എന്താണ്, നമ്മുടെ കൊല്ലന്മാർ ആലയിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്, കരിക്ക് തീ കൊടുത്തിട്ട് അതിൻ്റെ ചൂടിൽ നിന്നാണ് കത്തിയൊക്കെ ഊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചാർക്കോൾ ഫയർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ റെഡിയാക്കിയെടുത്ത കോടാലിയാണ് ഇവൻ ഉപയോഗിക്കുന്നത്. ദിസ് ആക്സ് വാസ് പാർട്ട് ഓഫ് ഹിംസെൽഫ്. അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കോടാലിയാണിത്. ആൻഡ് വേറെവർ ഹി വെൻറ്റ്, എവിടെ പോയാലും, ബീറ്റ് ടു ലോക്കൽ മാർക്കറ്റ് 7 miles away, 7 കിലോമീറ്റർ ദൂരെയുള്ള സാധാരണ മാർക്കറ്റിൽ പോയാലും, ഓർ ഇറ്റ് ട്രൈബൽ ഡാൻസ്, അവൻ ട്രൈബൽ ഡാൻസ് ചെയ്യുമ്പോൾ, ഗോത്രവിഭാഗക്കാരെ ഡാൻസ് ചെയ്യുമ്പോഴും, ദ ആക്സ് വാസ് ഓൾവേസ് ഇൻ ഹിസ് ഹാൻഡ്. ആ കോടാലി എപ്പോഴും അവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. ഒക്കേഷണലി ഓൺ ഒഫീഷ്യൽ ഹു ഹാഡ് കം ടു ബി ദി സ്റ്റേഷൻ ആൻഡ് ഓഫേർഡ് ഹിം ഗുഡ് മണി ഫോർ ദി വെപ്പൺ. യാദൃശ്ചികമായിട്ട് ആ സ്റ്റേഷനിൽ ആര് വന്നു? ഒരു ഒഫീഷ്യൽ വന്നു, ഒരു ഔദ്യോഗിക പദവിയുള്ള ഒരാൾ വന്നു. ആ ആളൊരിക്കൽ അദ്ദേഹത്തോട് എന്ത് ചോദിച്ചു? ഈ കോടാലിക്ക് കൊടുക്കുന്നു, നല്ല പണം തരാമെന്ന് ഓഫർ ചെയ്തിരുന്നു. ബട്ട് ബാൽഡിയോ ഹാഡ് നോട്ട് ഇൻറ്റൻഷൻ ടു പാർട്ടിങ് വിത്ത് ഇറ്റ്. എന്നാൽ അതിനെ വേർപിരിയാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല.
ദ കട്ടിംഗ് കർവ്ഡ് ഷാർപ്പ്ലി. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. കട്ടിംഗ് കർവ്ഡ് ഷാർപ്പ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞ ടണലിന് മുമ്പിലായിട്ടൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ് എങ്ങനെയാണ്? കട്ടിങ് വളരെ വളഞ്ഞാണ് വരുന്നത്. ഷാർപ്പ്ലി, വളരെ വളവുള്ള ഒരു കട്ടിങ്. ആൻഡ് ഇൻ ദി ഡാർക്ക്നെസ് ദ ബ്ലാക്ക് എൻട്രൻസ് ടു ദി ടണൽ ലുക്ക്ഡ് അപ്പ് മെനാസിംഗ്ലി. മെനാസിംഗ്ലി മീൻസ് ഭീഷണിയായി. അപ്പോൾ ഈ കട്ടിങ് ഇങ്ങനെ വളഞ്ഞു വരുന്നത് കൊണ്ട് ടണലിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടം വളരെ ഭീഷണിയാണ്, അല്ലേ? ടണൽ ലുക്ക്ഡ് അപ്പ് മെനാസിംഗ്ലി ഭീഷണിയായി നിൽക്കുകയാണ്. ദ സിഗ്നൽ ലൈറ്റ് വാസ് ഔട്ട്. അപ്പോഴേക്കും സിഗ്നൽ ലൈറ്റ് ഓഫായിപ്പോയി. ബാൽഡിയോ സെറ്റ് ടു വർക്ക് ടു ഹോൾ ദി ലാംപ് ഡൗൺ ബൈ ഇറ്റ്സ് ചെയിൻ. അപ്പോൾ ബാൽഡിയോയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? വിളക്ക് വലിച്ച് താഴേക്ക് ഇറക്കേണ്ടതുണ്ട്. ഇഫ് ദ ഓയിൽ ഹാഡ് ഫിനിഷ്ഡ്, ചിലപ്പോൾ എണ്ണ തീർന്നതായിരിക്കാം. ഹി വുഡ് ഹാവ് ടു റിട്ടേൺ ടു ദി ഹട്ട് ഫോർ മോർ. അപ്പം ഇനി കൂടുതൽ എണ്ണ ഒഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് കുടിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാലേ എണ്ണ എടുത്തുകൊണ്ട് വരാൻ കഴിയുകയുള്ളൂ. ദ മെയിൽ ട്രെയിൻ വാസ് ഡ്യൂ ഇൻ 5 minutes. എന്താണ്? 5 മിനിറ്റിനുള്ളിൽ മെയിൽ ട്രെയിൻ വരാനിരിക്കുന്നു. വൺസ് മോർ ദ ഫംബിൾഡ് ഫോർ ഹിസ് മാച്ചസ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ തീപ്പെട്ടി തപ്പി. ദെൻ സഡൻലി ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ലിസൺഡ് ദ ഫ്രൈറ്റൻഡ് ക്രൈ ഓഫ് എ ബാർക്കിൻ ഡീർ ഫോളോഡ് ബൈ എ ക്രാഷിംഗ് സൗണ്ട് ഇൻ ദി അണ്ടർഗ്രൗണ്ട്സ്. പെട്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. എന്താണ്? അദ്ദേഹം നിന്ന് ശ്രദ്ധിച്ചു. സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ലിസൺഡ്, നിശബ്ദനായി നിന്ന് ശ്രദ്ധിച്ചു. എ ഫ്രൈറ്റൻഡ് ക്രൈ, ഒരു ഭയപ്പെട്ട കരച്ചിൽ. എന്തിൻ്റെ? എ ബാർക്കിംഗ് ഡിയർ, കേഴമാൻ്റെ ഭയപ്പെട്ട കരച്ചിൽ അദ്ദേഹം കേട്ടു. ഫോളോഡ് ബൈ എ ക്രാഷിംഗ് സൗണ്ട്, ഒരു പേടിപ്പെടുത്തുന്ന സ്ഫോടന ശബ്ദത്തെ തുടർന്ന് ഒരു കേഴമാൻ്റെ കരച്ചിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇൻ ദി അണ്ടർഗ്രോത്ത്സ്, അടിക്കാടുകളിൽ എന്ന് പറഞ്ഞാൽ താഴെ മുകളിലുള്ള മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള അടിക്കാടുകളിൽ, വനത്തിനുള്ളിൽ ആണ് അദ്ദേഹം ആ ശബ്ദം കേൾക്കുന്നത്. മേഡ് ബാൽഡോ ഹറി, അദ്ദേഹത്തിന് പെട്ടെന്ന് വെപ്രാളമായി. ദർ വാസ് സ്റ്റിൽ എ ലൈറ്റ്, ലിറ്റിൽ ഓയിൽ ഇൻ ദി ലാമ്പ്. അദ്ദേഹത്തിന് മനസ്സിലായി സ്വല്പം എണ്ണ മാത്രമേ ഈ സിഗ്നൽ ലൈറ്റിലുള്ളൂ. ആൻഡ് ആഫ്റ്റർ എ ഇൻസ്റ്റൻസ് hesitation he lighted the lamp again and hoisted it into position. പെട്ടെന്നുണ്ടായ ഒരു വെപ്രാളമെല്ലാം കഴിഞ്ഞ്, വെപ്രാളത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ലൈറ്റ് തെളിച്ച് എന്ത് ചെയ്തു? ലാമ്പ് ഹോയിസ്റ്റഡ് ഇത് പൊസിഷൻ, വിളക്കുമരത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി. സോ ദാറ്റ് ദി ഷാഡോസ് ലെപ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ദി സോട്ട് സ്റ്റെയിൻഡ് വാൾസ്. അപ്പോൾ വിളക്കുമരത്തിൻ്റെ മുകളിലേക്ക് ഈ ലാമ്പ് ഉയർത്തുമ്പോൾ നിഴൽ, ആരുടെ നിഴൽ? എന്തിൻ്റെയൊക്കെയോ നിഴലുകൾ എവിടെ? ആടിയുലഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ, താഴേക്കും മുകളിൽ. വിളക്കാടുന്നതനുസരിച്ച് നിഴലും ആടി ഉലഞ്ഞു. ആൻഡ് ദ സോട്ട് സ്റ്റെയിൻഡ് വാൾസ്, പുക പറ്റിയ ആ ഭിത്തിയിലേക്ക്. എവിടെ പുക പറ്റിയ ഭിത്തി? തുരങ്കത്തിലേക്ക് കടക്കുന്ന പുക പറ്റിയ ഭിത്തിയിൽ വിളക്കിൻ്റെ ആട്ടത്തിനനുസരിച്ച് നിഴലുകളും ആടി ഉലഞ്ഞു. ആൻഡ് ഹാവിങ് മേഡ് ഷുവർ ദാറ്റ് ദി ലൈൻ വാസ് ക്ലിയർ. അപ്പോൾ ഈ തുരങ്കം ക്ലിയർ ആണെന്നറിയാൻ അദ്ദേഹം എന്ത് ചെയ്തു? തുരങ്കത്തിനുള്ളിലേക്ക് പോയി. ഹി റിട്ടേൺ ടു ദി എൻട്രൻസ് ആൻഡ് സാറ്റ് ഡൗൺ ടു വെയിറ്റ് ഫോർ ദി മെയിൽ ട്രെയിൻ.
തുരങ്കം ക്ലിയറായെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു വന്ന് ആ എൻട്രൻസ് ഗേറ്റിൽ അവിടെ ഇരുന്നു. ആരെ കാത്ത്? മെയിൽ ട്രെയിനെ കാത്തിരുന്നു. ദ ട്രെയിൻ വാസ് ലേറ്റ്. ട്രെയിൻ താമസിച്ചായിരുന്നു വന്നത്. സിറ്റിംഗ് ഹഡിൽഡ് അപ്പ്. അദ്ദേഹം അവിടെ ചുരുണ്ടുകൂടിയിരുന്നു. ഓൾമോസ്റ്റ് ഡോസിങ്. ഏറെക്കുറെ ആ മയക്കത്തിലായിരുന്നു. ഹീ സൂൺ ഫോർഗോട്ട് ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് ബിഗാൻ ടു നോഡ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും മറന്നുപോയി. അദ്ദേഹം ഉറക്കം തൂങ്ങാൻ തുടങ്ങി, നോഡ് ചെയ്യാൻ തുടങ്ങി. ബാക്ക് ഇൻ ദി ഹട്ട്. ഇനി കുടിലേക്ക് തിരിച്ചു വരികയാണ്. എവിടെയുള്ള കുടിൽ? ഈ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള കുടിൽ. എന്ത് ചെയ്യുന്നു? ദ ട്രംബ്ലിംഗ് ഓഫ് ദി ഗ്രൗണ്ട് ടോൾഡ് ഓഫ് ദ അപ്രോച്ച് ഓഫ് ദ ട്രെയിൻ. കുടിൽ വിറയ്ക്കാൻ തുടങ്ങി. ട്രെയിൻ ദൂരെ നിന്ന് വരുന്നു. ഭൂമി കുലുങ്ങുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എ ലോ ഡിസ്റ്റൻസ് റംബിൾ വോക്ക് ദ ബോയ്. കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗർജനം കൊണ്ട് ആ കുട്ടി ഉണർന്നു. തെമ്പു എന്ന് പറയുന്ന കുട്ടി ആ കുടിലിൽ കിടക്കുന്നുണ്ട്. ഹൂ സാറ്റപ്പ് റബ്ബിങ്. അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റിരുന്ന് തിരുമ്മി. എന്ത് തിരുമ്മി? ദ സ്ലീപ്പ് ഫ്രം ഹിസ് ഐസ്. അവൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കം കളയാൻ വേണ്ടി അവൻ കണ്ണു തിരുമ്മി. ഫാദർ, ഇറ്റ് ഈസ് ടൈം ടു ലൈറ്റ് ദ ലാമ്പ്. അവൻ ഓർത്തു. എന്താണ്? അച്ഛനിപ്പോൾ ലൈറ്റ് തെളിക്കുന്ന സമയമാണ്. ഹീ മംബിൾഡ് ആൻഡ്. പപ്പ ഇപ്പോൾ അല്ലെങ്കിൽ അച്ഛനിപ്പോൾ ലൈറ്റ് തെളിക്കുന്ന സമയമാണെന്ന് അവൻ പിറുപിറുത്തു. മംബിൾഡ് ആൻഡ് ദെൻ റിയലൈസിങ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഗോൺ സം ടൈം. പിന്നെ അവന് മനസ്സിലായി അവൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞിരിക്കുന്നു ലൈറ്റ് തെളിക്കാൻ എന്നവന് മനസ്സിലായി. ഹീ ലേ ഡൗൺ അഗെയിൻ. അവൻ വീണ്ടും കിടന്നു. ബട്ട് ഹി വാസ് വൈഡ് വേക്ക് നൗ. അവൻ്റെ ഉറക്കം അവനെ കുറേ നേരത്തേക്ക് വന്നില്ല. വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻസ് ടു പാസ്. അവൻ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി കാത്തു കിടന്നു. വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ റിട്ടേണിങ് ഫുട് സ്റ്റെപ്സ്. അച്ഛൻ തിരിച്ചു വരുന്ന കാലടി ശബ്ദത്തിന് വേണ്ടിയിട്ടും അവൻ ഉറങ്ങാതെ കിടന്നു. ഇനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 13.2 ശ്രദ്ധിക്കുക. 13.2. നെയിം ദി 4 വൈൽഡ് ആനിമൽസ് വിച്ച് വെയർ ടു ബി ഫൗണ്ട് ഇൻ ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ കാണാറുള്ള പ്രധാനപ്പെട്ട 4 വൈൽഡ് ആനിമലിനെ കുറിച്ച് വൈൽഡ് ആനിമലിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ട 4 വൈൽഡ് ആനിമൽ. ഒന്ന് ടൈഗർ, പിന്നെ പാന്തർ പുല്ലിപ്പുളി, അതുപോലെ തന്നെ ബിയർ, അതുപോലെ തന്നെ ബാർക്കിംഗ് ഡിയർ അല്ലേ, കേഴമാന്, കരടി, അതുപോലെ തന്നെ പുള്ളിപ്പുലി, അതുപോലെ തന്നെ എന്താണ് കടുവ. ടൈഗറിനെയും ആണ് ഇത്രയും ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസ് ബാൽഡിയോ അഫ്രെയ്ഡ്? ബാൽഡിയോ പേടിച്ചോ? വിച്ച് സെൻറ്റൻസ് ഇൻ ദി പാസേജ് ഗീവ്സ് യു ദി ആൻസർ? ബാൽഡിയോ പേടിച്ചോ? ഏത് സെൻറ്റൻസാണ് ഇതിന് ആൻസർ തരുന്നത് പാഠഭാഗത്ത്? നോ, ബാൽഡിയോ പേടിച്ചില്ല. ആൻസർ പറയാണ്. ബാൽഡിയോ വാക്ക്ഡ് കോൺഫിഡൻ്റ്ലി ഫോർ ബീങ് എ ട്രൈബൽ ഹിംസെൽഫ് ഹി വാസ് യൂസ്ഡ് ടു ദി ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേ. അദ്ദേഹം പേടിച്ചില്ല. അദ്ദേഹം സ്ഥിരം നടക്കുന്ന കാട്ടുവഴിയിലൂടെ അദ്ദേഹം മുന്നോട്ട് നടന്നു ആത്മവിശ്വാസത്തോടു കൂടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വെപ്പൺ ഡിഡ് ഹി ക്യാരി? ഹൂ മെയ്ഡ് ഇറ്റ്? എന്ത് ആയുധമാണ് അവൻ കൊണ്ടു നടക്കുന്നത്? ആരാണ് അത് ഉണ്ടാക്കിയത്? എ സ്മോൾ ആക്സ്. ഒരു ചെറിയ കോടാലിയാണ്. അദ്ദേഹം അത് ഉണ്ടാക്കിയത് ഹിസ് ഫാദറാണ്. അവൻ്റെ അച്ഛനാണ് അവനത് ഉണ്ടാക്കി കൊടുത്തത്. ഡിഡ് ദി ബാർക്കിൻ ഡിയർ കോൾ ഔട്ട് ബിക്കോസ്? ഈ കേഴമാൻ എന്തുകൊണ്ടാണ്? ഡിഡ് ദി ബാർക്കിൻ ഡിയർ കോൾ ഔട്ട് ബിക്കോസ്? ഈ കേഴമാൻ കരഞ്ഞു. കാരണം എന്താണ്? അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, ബി, സി. 1, ഇറ്റ് സോ ബാൽഡിയോ.
ഒന്ന് ബാൽഡിയോയെ കണ്ടതുകൊണ്ട്. 2 ഇറ്റ് ഈസ് സോ ടൈഗർ, അത് കടുവയെ കണ്ടതുകൊണ്ട്. ഇറ്റ് വാസ് അഫ്രേഡ് ഓഫ് ദി ഡാർക്ക്, ഇരുട്ട് കണ്ട് പേടിച്ചിട്ട്. ഇറ്റ് വാസ് കോളിംഗ് ടു ഇറ്റ്സ് മേറ്റ്സ്, അതിൻ്റെ ഇണയെ വിളിക്കുകയായിരുന്നു. ഇതിലേതാണ്, എന്തുകൊണ്ടാണ് കേഴമാൻ കരഞ്ഞുകൊണ്ട് ഓടിയത് എന്ന ചോദ്യം. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ആൻസറാണ് ശരി. ഇറ്റ് സോ എ ടൈഗർ, അതൊരു ടൈഗറിനെ, കടുവയെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണത് എന്ത് ചെയ്തത്, കരഞ്ഞുകൊണ്ട് ഓടിയത്. ഇനി ചോദ്യം 5. 5 ആണ്. ഹൗ ഡിഡ് ദി ടെമ്പു നോ ദാറ്റ് ദ ട്രെയിൻ ഈസ് കമ്മിങ്? എങ്ങനെയാണ് തെമ്പുവിന് മനസ്സിലായത് ട്രെയിൻ വരുന്നുവെന്ന്? ബൈ ദ ട്രംബിളിങ് ഓഫ് ദി ഗ്രൗണ്ട്, നിലത്തിൻ്റെ, ഭൂമിയുടെ വിറയൽ കൊണ്ടാണ് അവനത് മനസ്സിലായത്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹീ വെയിറ്റിംഗ് ഫോർ? എന്തിനു വേണ്ടിയാണ് അവൻ കാത്തു കിടന്നത്? ഫോർ ദ ട്രെയിൻ ടു പാസ് ആൻഡ് ഹിസ് ഫാദർ ഈസ് റിട്ടേണിങ് ഫുഡ് സ്റ്റെപ്സ് ഹിസ് ഫാദർ ടു റിട്ടേൺ. ട്രെയിൻ കടന്നു പോകാനും അച്ഛൻ വരാനുമാണ് അവൻ കാത്ത് കിടന്നത്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഈ പാഠഭാഗം 2 ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ പാഠമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.